ഒരു പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് ഇതിലൊരു സീക്രട്ട് ഉണ്ട്. ഈ സീക്രട്ട് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാമേ. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്നെ പോലെ കുറെ പേര് ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു വർഷം കൊണ്ട് ഈ പരിപാടി നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ നിലത്തൊരു ബേസും കമത്തി വെച്ചിട്ട് അതിന്റെ മണ്ടയിൽ ട്രൈപോഡ് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ പോലും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹിന്റ് യൂട്യൂബ് തന്നെ നമുക്ക് തരും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര സന്തോഷത്തിലാണ്. ഇതിന്റെ റീസൺ കുറച്ചു പേർക്കെങ്കിലും ഒക്കെ മനസ്സിലായി കാണും. നമ്മൾ യൂട്യൂബിലെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജും സക്സസ് ആയിട്ട് അച്ചീവ് ചെയ്തിരിക്കുന്നു. ഹാഫ് മോണിറ്റൈസേഷൻ. ഹൈപ്പ് ഓപ്ഷൻ എനേബിൾ ആയപ്പോൾ തന്നെ കുറച്ചു പേർക്കൊക്കെ അത് മനസ്സിലായി കാണും. ആക്ച്വലി 2 വീക്സ് ആയി നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസ് ആയിട്ട്. പക്ഷെ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി. യൂട്യൂബിൽ എന്റെ ഈ ജേർണി കുറച്ചു പേർക്കെങ്കിലും ഇൻസ്പയർ ആയേക്കാം. മെയ് 10 വെറും 32 മണിക്കൂറായിരുന്നു എന്റെ വാച്ച് അവർ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഒക്ടോബർ മാസത്തോടുകൂടി 3000-ലധികം വാച്ച് അവർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സക്സസ് ആവാൻ പറ്റും. ശരിക്കും ഞാൻ മുമ്പ് വർക്ക് ചെയ്തോണ്ടിരിക്കുക. കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഫാമിലിയെ എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് ഞാൻ വന്നത്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്ക് അറിയുമായിരുന്നില്ല. ഒരു ഐഡിയ ഇല്ലാതാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം എന്റെ ഒരു വിചാരം എന്ന് പറയുന്നത് ഈ 1000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ കിട്ടി തുടങ്ങുമെന്നായിരുന്നു. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പൊട്ടത്തരമായിട്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്ന്. ഒരു പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡെയിലി വീഡിയോസ് ഒക്കെ ചെയ്യുന്നു, പ്രത്യേകിച്ച് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. അപ്പം എല്ലാ പുതിയ യൂട്യൂബേഴ്സും ചെയ്യുന്നത് പോലെ ഞാനും മറ്റുള്ളവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ടച്ചിനിരുന്ന റിക്വസ്റ്റ് ഒക്കെ ആയിരിക്കും ഒരു 10-20 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇൻക്രീസ് ആവുകയും ചെയ്യും. പക്ഷെ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോഴത്തേക്ക് അതിൽ പകുതി കൂടുതൽ സബ്സ്ക്രൈബേഴ്സും സ്പാം ആയി പോയിട്ടുണ്ടാവും. ഇത് പോകെ പോകെ എനിക്ക് അതിനോടൊരു മടുപ്പ് ഫീൽ ചെയ്തു തുടങ്ങി. ഈ 500 സബ്സ്ക്രൈബർ ആവാൻ തന്നെ ഒരുപാട് സമയം എടുത്തു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. യൂട്യൂബിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിനെന്തോ ഒരു നാക്കുണ്ട്, അത് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചു. ഞാൻ യൂട്യൂബിൽ സക്സസ് ആവുന്നതിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് കണ്ടു. പല യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് തേടി പിടിച്ച് ഞാൻ വാച്ച് ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് എനിക്ക് സെറ്റ് ആവുമെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ തന്നെ ചൂസ് ചെയ്തു. അതിനനുസരിച്ച് ഞാൻ എന്റെ ചാനലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ ടിപ്സ് ഒക്കെ ഞാൻ പല വീഡിയോസിലായിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് ഇതിലൊരു സീക്രട്ട് ഉണ്ട്. ഈ സീക്രട്ട് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാമേ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആൻസി യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് പുതിയ യൂട്യൂബേഴ്സിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് എന്റെ ഒരു ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്റെ വീഡിയോസിലൂടെ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്റെ ചാനലിലെ ജേർണി എന്ന് പറയുന്നത് അത്ര ഈസി ഒന്നും ആയിരുന്നില്ല. ചാനൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് വീഡിയോസ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടണമെന്ന് പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാനിങ്ങനെ യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത സമയത്താണ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായത്. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും. എന്തായാലും ഇത് രണ്ടും കൂടെ എന്നെ കൊണ്ട് ഒരുമിച്ച് ഒക്കെയാലാന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ ഈ 1000 സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ആദ്യം അച്ചീവ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അതിനുശേഷം ഈ വാച്ച് അവറിന്റെ പുറകെ പോവാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷോർട്ട് വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നടക്കുമെന്ന് മനസ്സിലായി. ഷോർട്ട് വീഡിയോസ് ഇടണമെങ്കിൽ തന്നെ ഒരു ടോപ്പിക് വേണം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് എന്താണെന്ന് എനിക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പല ടോപ്പിക്കുകളും ചെയ്തു നോക്കും. എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ടോപ്പിക്ക് ഞാൻ ചൂസ് ചെയ്തു. അതിനനുസരിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി എന്റെ സബ്സ്ക്രൈബേഴ്സും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഒരു ടോപ്പിക്ക് എന്നെ സെലക്ട് ചെയ്ത് അത് ബേസ് ചെയ്ത് ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് റിപ്പീറ്റ് ആയിട്ട് എന്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന വ്യൂവേഴ്സിനെ കിട്ടി. അങ്ങനെ ഒരു 4 മാസം കൊണ്ട് ഈ 1000 സബ്സ്ക്രൈബർ എന്ന് പറയുന്ന ക്രൈറ്റീരിയ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. പിന്നുള്ള ചിന്ത എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. ഷോർട്ട് വീഡിയോസിൽ 3 മില്യൺ വ്യൂസ്, അല്ലെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസിൽ 4000 വാച്ച് അവർ. ഈ 4000 വാച്ച് അവർ എന്ന് പറയുന്നത് എന്നെ കൊണ്ട് നടക്കുകയില്ലെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്ത് ഈ 3 മില്യൺ വ്യൂസ് പറ്റുമെന്നായിരുന്നു. അങ്ങനെ ഞാൻ കുറെ ഷോർട്ട് വീഡിയോസ് ചെയ്തു. ഒന്നാലോചിച്ചപ്പം ഈ 3 മില്യൺ വീഡിയോസ് എന്ന് പറയുന്നത് 90 ഡേയ്സ് കൊണ്ടാണ്. പക്ഷെ ഈ 4000 വാച്ച് അവർ എന്ന് പറയുന്നത് 1 ഇയർ കൊണ്ടാണ്. അപ്പൊ ഈ 90 ഡേയ്സിന്റെ പരിപാടി നടക്കാത്തത് കൊണ്ട് തന്നെ ലോങ് വീഡിയോസ് ചെയ്ത് 1 ഇയർ കൊണ്ട് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. ഈ ലോങ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. എന്ത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്.
ലോങ് വീഡിയോസ് ഇടണമെങ്കിൽ തന്നെ പല ടോപ്പിക്സും ഉണ്ട്. അങ്ങനെ നിന്നപ്പോഴാണ് എന്റെ ഒരു ഷോർട്ട് വീഡിയോ മ്യൂട്ട് ആയത്. ആദ്യം എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായി. പിന്നെ മെയിലൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത്. അപ്പൊ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു പ്രോബ്ലം വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തു. അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂസ് ഒക്കെ കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ പോലെ കുറെ പേര് ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കുക്കിംഗ്, വ്ലോഗ്സ് അതൊക്കെ ചെയ്യാൻ പറ്റുമോ, അതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലായപ്പം എനിക്ക് യൂട്യൂബിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ എന്നെ പോലുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ചൂസ് ചെയ്തത്. ഞാൻ എന്റെ ചാനൽ ഫോളോ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ. അപ്പോഴേക്ക് എന്നെ പോലുള്ള പുതിയ യൂട്യൂബേഴ്സ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യാൻ തുടങ്ങി. എന്റെ ചാനലിലെ 4 വ്യൂവേഴ്സും ഈ പുതിയ യൂട്യൂബേഴ്സ് ആണെന്ന് ഞാൻ പറയും. എനിക്ക് യൂട്യൂബിലൂടെ മനസ്സിലായ കാര്യങ്ങൾ എന്നാലാവുന്ന വിധം ഞാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ഇതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഒരുപാട് കേൾക്കേണ്ടി വന്നു. എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് തന്നെ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്റെ കുഞ്ഞ് കട്ടിലയിൽ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഞാൻ നിലത്തൊരു ബേസും കമത്തി വെച്ചിട്ട് അതിന്റെ മണ്ടയിൽ ട്രൈപോഡ് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ പോലും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ മൈക്ക് വെച്ചിട്ട് പോലും അല്ല സംസാരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ അവ ഉണർന്നു കഴിഞ്ഞാല് ഞാൻ ആ വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ 3-4 ദിവസം എടുത്തിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി പോലും പകലാക്കും. ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു ഡയലോഗ് നിങ്ങൾക്ക് ശരിക്കും ക്ലീശ ആയിട്ട് തോന്നും. നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്, നമ്മളെ ഉറക്കം കെടുത്തുന്നതാണ് നമ്മുടെ സ്വപ്നം. ശരിക്കും ആ ഒരു സ്വപ്നം പകുതിയോളം അച്ചീവ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. വീഡിയോസ് ഒക്കെ ചെയ്തിട്ടും വ്യൂസ് ഒന്നും വരാതിരുന്നപ്പോൾ 1 വർഷം കൊണ്ട് ഈ പരിപാടി നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്തായാലും 1 വർഷം ഞാൻ നല്ല രീതിയിൽ എഫേർട്ട് ഇടും എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. ഒരു ഡിസംബർ മാസത്തോടുകൂടി ഹാഫ് മോണിറ്റൈസേഷൻ ആക്കിയിട്ട് ഫെബ്രുവരിയോടുകൂടി ഫുൾ മോണിറ്റൈസേഷൻ ആക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസം ആയപ്പോഴത്തേക്ക് എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ഫുൾ മോണിറ്റൈസേഷൻ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടുപോകുന്ന കൂട്ടത്തില് നമ്മുടെ ഹൈപ്പ് എനേബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഹൈപ്പും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഞാൻ നിങ്ങൾക്ക് ആ സീക്രട്ട് പറഞ്ഞുതരാം. യൂട്യൂബിൽ സക്സസ് ആവാനുള്ള ഹിന്റുകൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നമുക്ക് തരും. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കൂടാതെ നമ്മൾ YT സ്റ്റുഡിയോയിലെ അനലറ്റിക്സ് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്യണം. അത് കൂടാതെ വീക്ക്ലി റീക്യാപ്പ്, മന്ത്ലി റീക്യാപ്പ് ഒക്കെ നമുക്ക് YT സ്റ്റുഡിയോയിൽ വരും. നമ്മൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യും. നമ്മൾ വീക്ക്ലി റീക്യാപ്പ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ വീക്കിൽ നമ്മുടെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൂടാതെ ഈ മന്ത്ലി റീക്യാപ്പ് വരുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ വീഡിയോസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹിന്റ് യൂട്യൂബ് തന്നെ നമുക്ക് തരും. അങ്ങനെ 2-3 മാസങ്ങളിലായിട്ട് എന്റെ ചാനലിൽ വന്നിട്ടുള്ള ഹിന്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗെറ്റ് മോർ കൺസിസ്റ്റന്റ് വ്യൂവർഷിപ്പ് വിത്ത് എവർഗ്രീൻ കണ്ടന്റ്. നമ്മുടെ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് വ്യൂവേഴ്സ് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവർഗ്രീൻ കണ്ടന്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വ്യൂവേഴ്സിനെ കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു 3 ഹിന്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത്, ഗിവ് വ്യൂവേഴ്സ് എ റീസൺ ടു കം ബാക്ക്. നമ്മുടെ വീഡിയോസിൽ വ്യൂവേഴ്സ് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും കാണണം. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡേറ്റില്, ഇപ്പൊ നമ്മൾ സൺഡേയിൽ വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൺഡേയിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു 3 ഹിന്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് വ്യൂവേഴ്സ് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തംബ്നെയിലിൽ നമ്മൾ കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കണം. അങ്ങനെ തംബ്നെയിൽ എങ്ങനെ നമുക്ക് ക്ലിക്കബിൾ ആക്കാം, ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇത് കൂടാതെ ഹാഫ് മോണിറ്റൈസേഷൻ ആയ സമയത്ത് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ മെയിലിൽ യൂട്യൂബിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിലുള്ള സിമ്പിൾ ആയിട്ടുള്ള 2 ടിപ്സ് പറയുകയുണ്ട്. ഒന്നെന്ന് പറയുന്നത് അപ്ലോഡ് വീഡിയോസ് അറ്റ്ലീസ്റ്റ് 1 AV. നമ്മൾ വീക്ക്ലി ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യും. ഷോർട്ട് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് അപ്ലോഡ് ചെയ്യും. ലോങ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ വീക്ക്ലി ഒരു ലോങ് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യും. രണ്ടാമതായിട്ടുള്ള സിമ്പിൾ ടിപ്പ് എന്ന് പറയുന്നത് റിപ്ലൈ ടു കമന്റ് അറ്റ്ലീസ്റ്റ് 3 AV. നമുക്ക് വരുന്ന കമന്റ്സിനൊക്കെ കഴിയുന്നിടത്തോളം നമ്മൾ റിപ്ലൈ കൊടുക്കുക. നമ്മൾ നമ്മുടെ ചാനലിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ഒരു പുഷ് യൂട്യൂബ് തരും. അപ്പൊ നമ്മുടെ ചാനലിൽ ഹാഫ് മോണിറ്റൈസേഷൻ ആയതിന്റെ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. തുടർന്നും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.